ഈ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. സാധാരണ കൺസിഡർ ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, കൺസിഡർ ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സേ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഇതിന് എത്ര സീറോസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര റൂട്ട്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന്റെ സൊല്യൂഷൻസ് എത്രയാണ്? സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ വാല്യൂസ് ഓഫ് എക്സ് അല്ലേ? വാല്യൂസ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? ഏതൊക്കെ രീതിയാണ്? നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? 10th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളത് എന്താണ് പഠിച്ചിട്ടുള്ളത്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് സൊല്യൂഷൻസ് എത്ര ഉള്ളത്? 2 എണ്ണം ഉണ്ട്. അത് എങ്ങനെയൊക്കെയാണ് പഠിച്ചത്? ഇപ്പൊ ഡി എന്ന് പറയുന്ന ഒരു വാല്യൂ ഡി ഇസ് ഈക്വൽ ടു 0 ആവുമ്പോൾ നമുക്ക് പറയുന്ന യുണീക് സൊല്യൂഷൻസ്, 1 യുണീക് സൊല്യൂഷൻസ് അല്ലേ? യുണീക് സൊല്യൂഷൻ എന്ന് കിട്ടും. അതും റിയൽ നമ്പർ ആയിരിക്കും. ഇഫ് ഡി ഈസ് ഗ്രേറ്റർ ദാൻ 0, 2 സൊല്യൂഷൻസ് അല്ലേ? 2 റിയൽ സൊല്യൂഷൻസ്. പിന്നെ മൂന്നാമത്തെ എന്താണ്? ഡി ലെസ് ദാൻ 0 വരുന്ന ഒരു അവസ്ഥ. ഡി ലെസ് ദാൻ 0 വരുന്ന അവസ്ഥയിൽ എന്താണ്? നോ റിയൽ റൂട്ട്സ് എന്നാണ് പഠിച്ചത് അല്ലേ? നോ റിയൽ റൂട്ട്സ് അല്ലെങ്കിൽ നോ റിയൽ സൊല്യൂഷൻസ് എന്നാണ് പഠിച്ചത്. റൂട്ട്സ് ആൻഡ് സൊല്യൂഷൻസ് ആർ ദ സെയിം തിങ്. ഓക്കെ, ഇത് ഇത്ര നമ്മൾ പഠിച്ചത് 10th സ്റ്റാൻഡേർഡിലാണ്. ഈ നോ റിയൽ റൂട്ട്സ് എന്ന് പഠിച്ചത് കാരണം റിയൽ നമ്പേഴ്സ് കഴിഞ്ഞിട്ടുള്ളതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഓക്കെ, കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണ്? അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ഇതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാൻ പഠിക്കാം. നമുക്കിത് ഓർമ്മ ഉണ്ടായിരിക്കും, ഒന്ന് റിവൈസ് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ അതിനകത്ത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ഇതെങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യുന്നത്? സ്പ്ലിറ്റ് ദ മിഡിൽ ടേം അല്ലേ? അപ്പൊ അത് എക്സ് സ്ക്വയർ, ഈ 5x സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ സം ഇസ് ഈക്വൽ ടു സംതിങ് എന്നൊക്കെ എടുത്തിട്ട് എസ് ഇസ് ഈക്വൽ ടു 5ഉം പ്രൊഡക്റ്റ് ഇസ് ഈക്വൽ ടു 6ഉം ഒക്കെ എടുത്തിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കും. എങ്ങനെ എടുക്കുന്നത്? 5 1s are 5 അല്ലെങ്കിൽ 6 1s are 6 എടുക്കും അല്ലേ? അത് 3 2s are 6 എടുക്കും. അങ്ങനെയൊക്കെ എടുക്കും അല്ലേ? അപ്പൊ ഇതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നത് 3 2s are 6 എടുക്കാൻ പറ്റും അല്ലേ? പ്ലസ് 3x പ്ലസ് 2x പ്ലസ് 6 ഈക്വൽ ടു 0. കാരണം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 5x കിട്ടും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 6x² കിട്ടുന്നുണ്ട്. അത് ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇനി ചെയ്യുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടെണ്ണം രണ്ടാമത്തെ രണ്ടെണ്ണം കൂടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. ഓക്കെ, വി ആർ ഗോയിങ് ടു ഗ്രൂപ്പ് ദീസ് ടു ആൻഡ് വി ആർ ഗോയിങ് ടു ഗ്രൂപ്പ് ദീസ് ടു. സോ ഫ്രം ദ ഫസ്റ്റ് പാർട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു എക്സ് കോമൺ എടുക്കാം അല്ലേ? എക്സ് കോമൺ എടുക്കുമ്പോൾ എക്സ് പ്ലസ് 3 എന്ന് വരും. പിന്നെ രണ്ടാമത്തെ ഭാഗത്ത് നിന്ന് നമുക്ക് 2 കോമൺ എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് പ്ലസ് 3 എന്ന് കിട്ടും. ഇതും ഇവിടെ ഇത് രണ്ടും സെയിം വാല്യൂസ് ആയിരിക്കണം, സെയിം ആയിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി എന്താ ചെയ്യുന്നത്? ഇനി നമുക്ക് എക്സ് പ്ലസ് 3 രണ്ട് സെറ്റിൽ നിന്നും കോമൺ എടുക്കാം. പിന്നെ ഇപ്പുറത്ത് വരുന്നത് എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0. പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഈക്വൽ ടു 0. രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ഒന്നിലോ രണ്ടും 0 ആകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം, അല്ലെങ്കിൽ രണ്ടും 0 ആകാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് പറയാൻ പറ്റും എക്സ് പ്ലസ് 3 0 ആകാം, അല്ലെങ്കിൽ ഓർ എക്സ് പ്ലസ് 2 0 ആകാം അല്ലേ? അപ്പൊ എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് എക്സ് ഈക്വൽ ടു -3 വരുന്നു, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു -2 വരുന്നു. നമുക്ക് ഇത് എന്താണ് കിട്ടിയത്? എക്സ് ഈക്വൽ ടു -3 ഓർ എക്സ് ഈക്വൽ ടു -2 എന്ന് കിട്ടി അല്ലേ? ഇതിനെയാണ് നമ്മൾ ആൽഫ ആൻഡ് ബീറ്റ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ 2 റൂട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ ആൽഫ ഈക്വൽ ടു -3 എന്നും ആൻഡ് ബീറ്റ എന്ന് പറയുന്ന അടുത്ത പേര് കുഞ്ഞിന് പേരിടുന്ന പോലെ ബീറ്റ ഈക്വൽ ടു -2, ഇങ്ങനെ രണ്ട് പേര് കൊടുത്ത് ആർ ദ സൊല്യൂഷൻസ് അല്ലേ? ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഇപ്പൊ തന്നിരിക്കുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് ഏതാണ് തന്നിരിക്കുന്നത്? ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതാണ്. അപ്പൊ ഇതിനകത്ത് രണ്ട് സൊല്യൂഷൻ കിട്ടാൻ കാരണം എന്താണ്? കാരണം അതിന്റെ ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഡിസ്ക്രിമിനന്റ് എന്ന് പറഞ്ഞാൽ ഡി അല്ലേ? 10th പഠിച്ചിട്ടുണ്ട്. ഡി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡിസ്ക്രിമിനന്റ്. അപ്പൊ ഡി എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ b² - 4ac എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ ഇതിനകത്ത് എ എന്താണ്? 1 അല്ലേ? വേറെ എ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് x² ആണ്, അത് 1 ആണ്. ബി എന്താണ്?
ബി 5 ആണ്, പിന്നെ സിയോ 6 ആണ്. മനസ്സിലായോ? എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് ബി, കോൺസ്റ്റന്റ് ടേം ആണ് സി. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിയുടെ വാല്യൂ എന്താ കിട്ടുന്നതെന്നും കൂടെ ചെക്ക് ചെയ്യാം. ബി സ്ക്വയർ എന്താണ്? 5ന്റെ സ്ക്വയർ മൈനസ് 4. എ എന്താണ്? എ ഈസ് 1 ആൻഡ് സി ഈസ് 6. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 25 വരും, മൈനസ് 6 4 ആർ 24 കിട്ടും. നമുക്ക് കിട്ടുന്ന എന്താണ്? 25 മൈനസ് 24 1 ആണ്. അപ്പോൾ ഇതെന്താണ്? ഡി ഇസ് ഈക്വൽ ടു 1 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ? ഡി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് therefore നേച്ചർ ഓഫ് റൂട്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണത്? 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ്. ഓക്കെ, 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ്. ഓക്കെ, ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ രണ്ടും സെപ്പറേറ്റ് ആയിരിക്കും. പിന്നെ റിയൽ റൂട്ട്സ് ആണ്, റിയൽ നമ്പേഴ്സ് ആയിരിക്കും. റൂട്ട്സ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഇനി നമുക്ക് വേറൊരു കേസ് നോക്കാം. ഈ കേസ് മനസ്സിലായി. ഓക്കെ, ഇനിയും നമുക്ക് വേറൊരു കേസ് നോക്കാം. വേറൊരു കേസിനകത്ത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനകത്ത് നമുക്ക് കൺസിഡർ എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്? നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 എന്നൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുക്കാം. ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നത്? ഇതിന്റെ എക്സിന്റെ വാല്യൂ എന്തൊക്കെയായിരിക്കും? അപ്പോൾ ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ ഈക്വൽ ടു -1 എന്ന് കിട്ടും. അതിന്റെ അർത്ഥം എന്താണ്? സ്ക്വയർ ഓഫ് എനി നമ്പർ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് നമ്പർ. ഇസ് ദാറ്റ് റിയലി പോസിബിൾ? നോ, റൈറ്റ്? നമ്മുടെ ഇതുവരെയുള്ള നോളജ് വെച്ചിട്ട് നോക്കുമ്പോൾ റിയൽ നമ്പേഴ്സിനകത്ത് ഒരു റിയൽ നമ്പറിന്റെയും സ്ക്വയർ നെഗറ്റീവ് ആകത്തില്ല. കാരണം എന്താണ്? നമുക്കറിയാം, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് എക്സ് ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ, ഓക്കെ, എക്സ് ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് എന്തായിരിക്കും? അല്ലെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് ഇൻറ്റു എക്സ് അല്ലേ? അപ്പൊ എക്സ് ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്തായിരിക്കും? നമുക്ക് പോസിറ്റീവ് ആയിരിക്കും കിട്ടേണ്ടത്. കറക്റ്റ്? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ റിയലി പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ സാങ്കല്പികമായിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് സൃഷ്ടിക്കും. അത് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആകെ ഒരെണ്ണത്തിനെ മാത്രം നമ്മളങ്ങ് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി നമ്പർ ആയിട്ട് എടുക്കാം. ഓക്കെ, ഐ എന്ന് പറയുന്ന ഒരു ഇമാജിനറി നമ്പർ ആയിട്ട് എടുക്കാം. അപ്പൊ ആ ഐന്റെ സ്ക്വയർ ആണ് -1 എന്നെടുക്കും. ഓക്കെ, സോ ലെറ്റ് us assume ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഐ എന്തായിരിക്കും? ഐ ആണ് അയോട്ട. ഈ ഐ എന്ന് പറഞ്ഞാൽ ഐ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അസ്യൂം അല്ലെങ്കിൽ ഡിഫൈൻ, ലെറ്റസ് ഡിഫൈൻ ചെയ്യാം. അസ്യൂം അല്ല ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. മാത്സിനകത്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഡിഫൈൻ ഈ ഐയുടെ സ്ക്വയർ -1 ആയിട്ട് നമ്മളങ്ങ് സ്ഥാപിക്കുകയാണ്. ഓക്കെ, ഐന്റെ സ്ക്വയർ ആണ് -1 എന്ന് സ്ഥാപിക്കുക. ഐ എന്ന് പറയുന്നത് എന്താണ്? ഐ എന്ന് പറയുന്ന ഒരു ഇമാജിനറി നമ്പർ ആണ്. ഐ എന്താണ്? ഐ ഇസ് ഈക്വൽ ടു ഇമാജിനറി നമ്പർ, അല്ലെങ്കിൽ ഐ ഈസ് ആൻ ഇമാജിനറി നമ്പർ. ഐ ഈസ് ആൻ ഇമാജിനറി നമ്പർ. ഓക്കെ, ഇമാജിനറി നമ്പർ. ഓക്കെ, whose square is -1. Whose square is -1. Whose square is -1. ഓക്കെ, അങ്ങനത്തെ ഒരു കേസാണ്. അപ്പൊ അങ്ങനത്തെ കേസ് വരുമ്പോൾ ഇപ്പൊ നമുക്ക് സം എക്സാമ്പിൾസ്, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾസ്. ഓക്കെ, ഇപ്പൊ എനിക്ക് 9 ഉണ്ട്. 9ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 9ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമുക്ക് ക്ലിയർലി അറിയാം 3 × 3 ആണ് 9. അതുകൊണ്ട്, അല്ലെങ്കിൽ 3 സ്ക്വയർ ആണ് 9. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് പറയുന്നത് 3 ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ 47 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, 47 അല്ല, 49 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കാം. 49ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് 7 കിട്ടും. കാരണം എന്താണ്? ഈ അകത്തെ നമ്പർ ഒരു റിയൽ നമ്പർ ആയതുകൊണ്ടാണ്. റിയൽ നമ്പേഴ്സിന്റെ ഒക്കെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും, ചിലതിന്റെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ചിലതിന്റെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു -9 എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ എടുത്തു. ഓക്കെ, -9 എന്ന് പറഞ്ഞ റിയൽ നമ്പർ എടുത്തു. അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? 9ന്റെ സ്ക്വയർ റൂട്ട് അറിയാം, -9ന്റെ അറിയത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യും.
ഓക്കെ, നമുക്കതിനെ എഴുതാൻ പറ്റും -1 × 9 എന്ന് എഴുതാൻ പറ്റും. അതിൽ നിന്ന് ഇനി ഞാൻ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും. -1 എഴുതാം ഇൻറ്റു √9 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, -1ന്റെ റൂട്ടിനെ ഞാൻ i എന്ന് എഴുതും. കാരണം നമ്മളിപ്പോൾ ഇവിടെ ഡിഫൈൻ ചെയ്തതാണ്. -1ന്റെ റൂട്ടിനെയാണ് i എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ക്ലിയർ? -1ന്റെ സ്ക്വയർ റൂട്ടിനെ ഞാൻ i ആയിട്ട് ഡിഫൈൻ ചെയ്യുവാണ്. -1ന്റെ സ്ക്വയർ റൂട്ടിനെ i ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അത് i ആയിട്ട് ഡിഫൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് പറ്റും? എനിക്ക് √-1 പകരം i എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ √9 നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്, ഒരു റിയൽ നമ്പർ പാർട്ടാണ്, റിയൽ നമ്പറാണ്. അപ്പോൾ ഇൻറ്റു 3 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതെന്താണ് ആൻസർ? ഇതിന്റെ ആൻസർ 3i എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് നമ്പർ എങ്ങനെയാണ്? 3i എന്ന് കണ്ടു. അതുപോലെ തന്നെ ഇനി √8 എന്താണ്? √8 എന്താണ്? √8 നമുക്ക് നല്ലപോലെ അറിയാവുന്നതാണ്. അതെന്താണ്? 2 × √2 ആണ്. കറക്റ്റ്? ഇതൊരു ഇററാഷണൽ നമ്പറാണ്. ഇനിയും ഞാൻ √-8 പറഞ്ഞാൽ എന്ത് ചെയ്യും? √-8 കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ √8 × -1 എന്ന് പറയും. ഓക്കെ, ഇനിയും √8ഉം എടുക്കാം ഇൻറ്റു √-1ഉം എടുക്കാം. ഓക്കെ, സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ക്വയർ റൂട്ടായിട്ട് മനസ്സിലാക്കുക നമ്പേഴ്സ് വെച്ച് പറയുമ്പോൾ. ഓക്കെ, ഇനിയും 8ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? ഇവിടെ കണ്ടുപിടിച്ച് നമ്മൾ വെച്ചതുപോലെ 2√2. ഓക്കെ, 2√2 എന്ന് പറഞ്ഞു. ഇനി -1ന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? i ആണ്. അപ്പോൾ -8ന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? √2 × i. ഓക്കെ, കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെയാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് ഇൻറ്റീരിയേഴ്സ് വരുമ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇനി സാധാരണ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്, നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്, ഇൻറ്റീജേഴ്സ് പഠിച്ചിട്ടുണ്ട്, റാഷണൽ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്, റിയൽ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, റിയൽ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ റാഷണൽ ആൻഡ് ഇററാഷണൽ രണ്ടും കൂടെ. റാഷണൽ നമ്പേഴ്സ് ഉണ്ട്, ഇററാഷണൽ നമ്പേഴ്സ് ഉണ്ട്. ഇത് രണ്ടും കൂടെ കൂടിയിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, ഇതിന്റെ സബ്സെറ്റ് ആയിരിക്കും. z എന്ന് പറയുന്നത് q-ന്റെ സബ്സെറ്റ് ആയിരിക്കും, q എന്ന് പറയുന്നത് r-ന്റെ സബ്സെറ്റ് ആയിരിക്കും, i എന്ന് പറയുന്നതും r-ന്റെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ r എന്ന് പറയുന്നത് റാഷണലും ഇററാഷണലും കൂടെ കൂടിച്ചേരുന്നതാണ്. ഇനി വേറെ ഒരു സെറ്റും കൂടെ ഉണ്ട്. ഈ റിയൽ നമ്പേഴ്സും റിയൽ അല്ലാത്ത നമ്പേഴ്സിനെ നമ്മൾ പറയുന്നത് ഇമാജിനറി നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഇമാജിനറി നമ്പർ, റിയൽ നമ്പേഴ്സ് ആൻഡ് ഇമാജിനറി നമ്പേഴ്സ്. അപ്പൊ ഈ r എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ നമ്പേഴ്സ്. ഓക്കെ, പിന്നെ വേറെ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്, പിന്നെ അതിനെ പറയുന്നത് ഇമാജിനറി നമ്പേഴ്സ്. ഓക്കെ, ഈ റിയൽ നമ്പേഴ്സും ഇമാജിനറി നമ്പേഴ്സും കൂടെ കൂടി ചേരുമ്പോഴാണ് നമുക്കൊരു കോംപ്ലക്സ് നമ്പർ കിട്ടുന്നത്. ഓക്കെ, ഒരു കോംപ്ലക്സ്, ഇവർ രണ്ടുപേരും കൂടെ കൂട്ടി വേറൊരു ചാക്കിനകത്ത് ഇടാമെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? കോംപ്ലക്സ് നമ്പേഴ്സ് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് കോംപ്ലക്സ് നമ്പറിന്റെ സൃഷ്ടി ഉണ്ടാകുന്നത്. അപ്പൊ ഇനിയും നമ്മൾ പതുക്കെ കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യാൻ ട്രൈ ചെയ്യുവാണ്. ഓക്കെ, ഇപ്പോൾ a number of the form a plus ib. ഓക്കെ, a plus ib ഈ ഫോമിൽ ഇരിക്കുന്ന ഒരു നമ്പറിനെയാണ് നമ്മൾ പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ്. വേർ a and b are real numbers. Okay, are real numbers. കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണ്? a plus ib ഫോമിൽ ഇരിക്കുന്ന ഒരു നമ്പറിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് എനെ പറയുന്നത്, ഇപ്പൊ നമുക്ക് a plus ib എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് എയും ബിയും റിയൽ പാർട്ടാണ്. അതിനകത്ത് ഈ i എന്ന് പറയുന്നതാണ് ഇമാജിനറി. അപ്പൊ ഇത് ഇമാജിനറി പാർട്ടാണ്, ഇത് റിയൽ പാർട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്നത് a plus ib എന്ന് പറയുന്ന ഒരു
സെറ്റപ്പ്. ഓക്കെ, എ പ്ലസ് ഐ ബി. ഈ ഐ ബി എന്ന് പറയാം, അല്ലെങ്കിൽ ബി ഐ എന്നും പറയാം. ഓക്കെ, ഐ ഈസ് എ നമ്പർ, നമ്മൾ മുമ്പ് ഡിഫൈൻ ചെയ്ത സ്ക്വയർ റൂട്ട് ഓഫ് -1 ആണ്. ബി എന്ന് പറയുന്നത് അതിൻ്റെ ഇതാണ്. ഇത് നമുക്കൊരു റിയൽ നമ്പർ ആയിട്ട് എടുക്കാം, സോറി ഒരു കോംപ്ലക്സ് നമ്പർ ആയിട്ട് എടുക്കാം. ആ കോംപ്ലക്സ് നമ്പറിന്റെ പേര്, ആ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ഇസഡ് എന്ന് വിളിക്കാം. അപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ഈസ് എ കോംപ്ലക്സ് നമ്പർ, ഈസ് എ കോംപ്ലക്സ് നമ്പർ. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്നത് ഇസഡ് എന്നാണ് വിളിക്കുന്നത്. അതിനകത്ത് ഈ ആദ്യത്തെ ഭാഗം ഉണ്ടല്ലോ, ഐ ഇല്ലാത്ത ഭാഗത്തിനെ നമ്മൾ പറയുന്നത് റിയൽ പാർട്ട് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? റിയൽ പാർട്ട് എന്നാണ് പറയുന്നത്. ഇതിനെ പറയുന്നത് റിയൽ പാർട്ട്. രണ്ട് പാർട്സ് ആണ് ഒരു കോംപ്ലക്സ് നമ്പറിനുള്ളത്, റിയൽ പാർട്ട്. ഓക്കെ, പിന്നെ ഇതിനകത്തെ ബിനെ പറയുന്നത് ഇമാജിനറി പാർട്ട് എന്നാണ് പറയുന്നത്. ഈ ബി എന്താണ്? ഇത് ഇമാജിനറി പാർട്ടാണ്. ഓക്കെ, ബി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്. അപ്പോൾ എ ഐ ബി ഐ. ഇനി എന്താണ്? ഈ റിയൽ പാർട്ടിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആർ ഇ. ഓക്കെ, വെയിറ്റ്. റിയൽ പാർട്ടിനെ ഡിനോട്ട് ചെയ്യുന്നത് ആർ ഇ, റിയലിന്റെ ആർ ഇ, റിയൽ പാർട്ട് ഓഫ് ഇസഡ്. ഓക്കെ എന്നാണ് പറയുന്നത്, റിയൽ പാർട്ട് ഓഫ് ഇസഡ്. ഇമാജിനറി പാർട്ട്, റിയൽ പാർട്ട് ഓഫ് ഇസഡ് ഏതാണ്? എ ആണ്. ഓക്കെ, ഇനി ഇമാജിനറി പാർട്ടിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഐ എം. ഓക്കെ, ഐ എം, ഇമാജിനറിയുടെ ഐ എം ഓഫ് ഇസഡ്. ഇസഡിന്റെ ഇമാജിനറി പാർട്ട് ഏതാണ്? അത് ബി ആണ്. ഓക്കെ, മനസ്സിലായോ? ഇവിടെ ഏത് സൈൻ ആണോ ആ സൈനും കൂടെ അതിന്റെ കൂടെ അങ്ങ് കൊടുക്കും. ഓക്കെ, ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ അനുസരിച്ച് അപ്പുറത്ത് കൊടുക്കും. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇതെന്താണ്? റിയൽ പാർട്ടാണ്. റിയൽ പാർട്ട് ഈസ് എ ആൻഡ് ഇമാജിനറി പാർട്ട് ഈസ് ബി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം, ഒരു എക്സാമ്പിൾ എടുത്ത് മനസ്സിലാക്കാം. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? നമുക്ക് 2 + 3i ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട് എന്ന് വിചാരിക്കുക. z ഈസ് ഈക്വൽ ടു 2 + 3i എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 2 എന്ന് പറയുന്നത് എന്താണ്? റിയൽ പാർട്ടാണ്. റിയൽ പാർട്ട് ഓഫ് z ഏതാണ്? റിയൽ പാർട്ട് ഓഫ് z ഏതാണ്? നമ്മളെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, z എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക, 2 എഴുതുമ്പോൾ ഇടയ്ക്ക് ഒരു ചുനിപ്പ് വരുന്ന രീതിയിൽ എഴുതുക, അല്ലെങ്കിൽ z-ഉം 2-ഉം തമ്മിൽ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് എപ്പോഴും എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ചിലർ z-ന്റെ അകത്തൊരു കട്ടും കൂടി ഇടും. എന്തിനാ കട്ടിടുന്നത്? 2 അല്ല എന്ന്, കാരണം ചിലരുടെ ഹാൻഡ് റൈറ്റിംഗ് അങ്ങനെയാണ്. 7 എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും, 1 എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. അപ്പോൾ കൺഫ്യൂഷൻ വരണ്ടെന്ന് വെച്ചിട്ടാണ് 7-നകത്തൊരു ഡാഷ് ഇടുന്നത്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ z-നകത്തൊരു ഡാഷ് ഇടാം. ചില ബുക്സ് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് z-നകത്ത് ഡാഷ് ഇരിക്കുന്നത് കാണാൻ പറ്റും അടിയിൽ ഇടയ്ക്ക്. ഓക്കെ, അതൊരു കൺവെൻഷൻ മാത്രമാണ്. അപ്പൊ z-ന്റെ റിയൽ പാർട്ട് ഏതാണ്? 2 ആണ് അല്ലേ? z-ന്റെ റിയൽ പാർട്ട് 2 ആണ്. അതുപോലെ ഇമാജിനറി പാർട്ട് എന്താണ്? ഇമാജിനറി പാർട്ട് ഓഫ് z എന്താണ്? 3 ആണ്. ഐയുടെ കോഎഫിഷ്യന്റ്. ഓക്കെ, എന്താണ്? 3 ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. അപ്പൊ ഇനിയും 2 കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, 2 കോംപ്ലക്സ് നമ്പർ, വേറെ ഒരു എക്സാമ്പിളും കൂടെ എടുക്കാം. എക്സാമ്പിൾ ഇത് 1, വേറെ ഒരു കോംപ്ലക്സ് നമ്പേഴ്സും കൂടെ എടുക്കാം. z ഈസ് ഈക്വൽ ടു 4 - 3 വേണ്ട, വേറെ വല്ല നമ്പർ എടുക്കാം, -6i. ഓക്കെ, ഇങ്ങനൊരു നമ്പർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിയൽ പാർട്ട് എന്താണ്? റിയൽ പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് 4 ആണ്. അതുപോലെ ഇമാജിനറി പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് -6 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ വേറെ ഒരു എക്സാമ്പിൾ കൊണ്ടെടുക്കാം. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ്. അടുത്ത എക്സാമ്പിൾ ഒരെണ്ണം കൂടെ എടുക്കാം. അത് z ഈസ് ഈക്വൽ ടു -7 + 6 അല്ലെങ്കിൽ 5i എന്തെങ്കിലും എടുക്കാം. അപ്പൊ ഇതിനകത്ത് റിയൽ പാർട്ട് എന്താണ്? റിയൽ പാർട്ട് ഓഫ് z എന്താണ്? -7 ആണ്. ഓക്കെ, -7 ആണ്. അതുപോലെ ഇമാജിനറി പാർട്ട് എന്താണ്? ഇമാജിനറി പാർട്ട് ഓഫ് z എന്താണ്? അത് 5 ആണ്. ഓക്കെ, ഐയുടെ കോഎഫിഷ്യന്റ് +5, അതാണ് ഇത്. ഓക്കെ, ഇനി വേറെ ഒരു ടൈപ്പും കൂടെ കൊടുക്കാം. z ഈസ് ഈക്വൽ ടു -3 - 2i ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ z-ന്റെ റിയൽ പാർട്ട് എന്താണ്?
സെഡിന്റെ റിയൽ പാർട്ട് എന്താണ്? റിയൽ പാർട്ടാണ് -3യും പിന്നെ ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എത്രയാണ്? ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്താണ്? -2 ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടെന്ന് പറയുക. ഓക്കെ, നമുക്ക് ഇനിയും രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നിട്ട് അവർ ഈക്വൽ ആണോ അല്ലയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് പറയാം. ഈക്വാലിറ്റി ആൻഡ് ഇൻഈക്വാലിറ്റി. ടു കോംപ്ലക്സ് നമ്പേഴ്സ് ആർ ഈക്വൽ എപ്പോഴാണ്? നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എടുക്കാം. ഓക്കെ, ടു കോംപ്ലക്സ് നമ്പേഴ്സ് ഒരെണ്ണം Z1. ഓക്കെ, ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ Z1 എന്നെടുക്കാം. അത് നമുക്ക് A+IB എന്നെടുക്കാം. ആൻഡ് വേറെ ഒരു കോംപ്ലക്സ് നമ്പർ എടുക്കാം. Z is equal to C+ID. ഓക്കെ, അങ്ങനെ എടുത്തു. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്, Z1 ആൻഡ് Z2. ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ Z1 ഈക്വൽ ടു Z2 എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ടു കോംപ്ലക്സ് നമ്പേഴ്സ് Z1 ആൻഡ് Z2 ആർ ഈക്വൽ ഇഫ്. ഓക്കെ, ഇങ്ങനെ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. കൺസിഡർ ദീസ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. ഇൻ ദിസ് കേസ് Z1 ഈക്വൽ ടു Z2 എന്ന് പറയാൻ പറ്റുന്നത് എപ്പോഴാണ്? Z1 വിൽ ബി ഈക്വൽ ടു Z2 ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഓക്കെ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറഞ്ഞാൽ Z1 ഈക്വൽ ടു Z2 ആകുന്നത് എപ്പോഴാണ്? ഇഫ് A ഫസ്റ്റ് റിയൽ പാർട്ട് ഈക്വൽ ടു ദ റിയൽ പാർട്ട് and the imaginary part equal to the imaginary part. Okay, this double implies that A will be equal to C and B will be equal to D. That is, real part of Z1, real part of Z1 should be equal to real part of Z2 and imaginary part of Z1. Okay, imaginary part of Z1 is equal to imaginary part of Z2. നമ്മൾ രണ്ട് ഓർഡേർഡ് പേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അനലോഗി പറയുവാണ്. ഒരു രണ്ട് ഓർഡേർഡ് പേഴ്സ് നമുക്ക് A,Bയും C,Dയും ഈക്വൽ ആകുന്നത് എപ്പോഴാണ് നമുക്ക് ഈക്വൽ എന്ന് പറയാൻ പറ്റുന്നത്? ഇറ്റ് ഡബിൾ ഇംപ്ലൈസ്, അല്ലെങ്കിൽ we can say that AB equal to CD if A equal to C and B equal to D അല്ലേ? ആ ഒരു ഐഡിയയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ആ ഒരു ഐഡിയയിലാണ് നമ്മളിത് പറയുന്നത്. കോംപ്ലക്സ് നമ്പേഴ്സിനെ നമുക്ക് Z is equal to A+IB ഇങ്ങനെ പറയാം. കാര്യം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി ആദ്യത്തെ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിനകത്തെ നോക്കാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്തോട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ബോർഡിലോട്ട് നോക്കിയാലും മതി. ഇതിനകത്ത് എന്താണ് പറയുന്നത്? ഇതിനകത്ത് പറയുന്നത് ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് എക്സും വൈയും റിയൽ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിത് അങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഈ എക്സാമ്പിൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. 4x plus I into 3x minus 5 equal to 3 plus I into minus 6. എന്താ തന്നിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് 4x plus I into 3x minus y equal to 3 plus I into minus 6. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. Where x and y are real numbers, find the values of x and y. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. Find the values of x and y. അപ്പോൾ ഇതിനകത്ത് ഇതും റിയൽ പാർട്ട്. ഇപ്പുറത്തെ സൈഡ് ഒരു കോംപ്ലക്സ് നമ്പർ ആണ് അല്ലേ? അപ്പുറത്തെ സൈഡ് ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. അപ്പോൾ അതിനകത്ത് റിയൽ പാർട്ട് ഏതാണ്? ഇത് ഐയുടെ കൂടെ ഉള്ളതെല്ലാം കൂടെ അതിന്റെ ഇമാജിനറി പാർട്ട് ആകും. ഇതിനകത്ത് ഐയുടെ കൂടെ ഉള്ളതെല്ലാം ഇമാജിനറി പാർട്ടാണ്. അപ്പോൾ ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ്, അത് വേറൊരു കോംപ്ലക്സ് നമ്പർ ആണ്. അപ്പം നോക്കുമ്പോൾ ഇതിന്റെ റിയൽ പാർട്ടും അതിന്റെ റിയൽ പാർട്ടും ഈക്വൽ ആണ്. അപ്പം നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ക്ലിയർലി 4x എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ, 4x വിൽ ബി ഈക്വൽ ടു 3 കാരണം റിയൽ പാർട്ട് ഓഫ് this is equal to real part of this. അപ്പോൾ അങ്ങനെ 4x equal to 3 ആയിരിക്കും. പിന്നെ ഇമാജിനറി പാർട്ട് ഓഫ് ദിസ് വിൽ ബി ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് ദിസ്. ഇതിന്റെ ഇമാജിനറി പാർട്ട് എന്താ? ഐയുടെ കോഎഫിഷ്യന്റ്. അതെന്താണ്? 3x minus y. That will be equal to minus of 6.
ഓക്കെ, അപ്പോൾ ഇതിനകത്തുനിന്ന് കിട്ടുന്നത് എക്സ് ഈക്വൽ ടു 3/4 ആണ്. പിന്നെ ഇതിനകത്തുനിന്ന് കിട്ടുന്നത് ഇതിനകത്ത് എന്താണ്, എക്സ് ഈക്വൽ ടു 3/4 വേണമെങ്കിൽ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തുനിന്ന് കിട്ടുന്നത് 3x മൈനസ് അല്ല +6 ഈക്വൽ ടു y എന്ന് കിട്ടുന്നുണ്ട്. ഈ എക്സിന്റെ വാല്യൂ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3 × 3/4 +6 ഈക്വൽ ടു y എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 3 3 9/4 +6 ഈക്വൽ ടു y. അപ്പോൾ വൈയുടെ വാല്യൂ എന്താണ്? അപ്പോൾ വൈയുടെ വാല്യൂ ഇത് LCM ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും 9 + 6 4s are 24 /4 എത്രയാണ്? 9 + 24 is 33 അല്ലേ? 33 /4. അപ്പോൾ y is equal to 33/4. അപ്പം നമുക്ക് രണ്ട് സോൾവ് ചെയ്തു. ഇതെന്താ ചെയ്തത്? നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്തതാണ്. ഇത് ഒരു ലീനിയർ ഇക്വേഷൻ, ഇത് വേറൊരു ലീനിയർ ഇക്വേഷൻ. അവർ തമ്മിൽ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് x ഈക്വൽ ടു 3/4 കിട്ടി, y ഈക്വൽ ടു 30. സോ ദെയർഫോർ x എന്താണ്? x ഈസ് 3/4 ആൻഡ് y എന്താണ്? y ഈസ് ഈക്വൽ ടു 33/4. ഓക്കെ, ഇത്രയും കിട്ടി. പിന്നെന്താണ്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, സബ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അതിനെയാണ് പറയുന്നത് ആൽജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്? ആൽജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. നമുക്കതൊന്ന് നോക്കാം. ആൽജിബ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അതിനെയാണ് ആൽജിബ്ര ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എടുത്തിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എടുക്കാം. ഓക്കെ, കൺസിഡർ ടു കോംപ്ലക്സ് നമ്പേഴ്സ്. ആദ്യം ഒരെണ്ണം Z1 ഈക്വൽ ടു a + ib. രണ്ടാമത്തെ ഒരെണ്ണം എടുക്കാം, Z2 ഈക്വൽ ടു c + id. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പറിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു കോംപ്ലക്സ് നമ്പർ കിട്ടും. ഓക്കെ, നമുക്ക് Z എന്താണ്? Z1 + Z2 എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? Z1 + Z2 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതിനെയും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ a + ib + c + id. ഓക്കെ, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എയും സിയും റിയൽ പാർട്ടാണ്. റിയൽ പാർട്ട് എല്ലാം ഒരുമിച്ചെടുക്കുക, ഇമാജിനറി പാർട്ട് എല്ലാം ഒരുമിച്ചെടുക്കുക. അപ്പോൾ a + c എന്ന് വരും, പ്ലസ് ഐ ഇതിനകത്തുനിന്നും ഐ കോമൺ എടുത്തു കഴിയുമ്പോഴത്തേക്കും b + d × i എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ പുതിയ കോംപ്ലക്സ് നമ്പർ ഏതാണ്? രണ്ട് കോംപ്ലക്സ് നമ്പറിനെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് Z1 + Z2 എന്ന് പറയുന്ന വേറൊരു കോംപ്ലക്സ് നമ്പർ കിട്ടി. അതിന്റെ ആൻസർ ഇതാണ്. ഓക്കെ, Z1 + Z2 എങ്ങനെയാണ് ഇരിക്കുന്നത്? അത് ആദ്യത്തെ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ടും രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് ഈ പുതിയ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട്. ഓക്കെ, അതുപോലെ ഇമാജിനറി പാർട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇമാജിനറി പാർട്ട് കിട്ടുന്നത്. സബ്ട്രാക്ഷനും അതുപോലെ തന്നെ. ഇപ്പോൾ പ്ലസിന് പകരം ഞാൻ മൈനസ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ മൈനസ് കൊടുക്കുകയാണ്. അല്ല, അതവിടെ കിടക്കട്ടെ, a + ib തന്നെ കിടക്കട്ടെ. Z1 - Z2 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ മൈനസ് വരും. ഇവിടെ മൈനസ് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ബ്രാക്കറ്റും കൂടെ വരും. ഓക്കെ, അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അഡീഷൻ, ഇതെന്താണ് സംഭവിച്ചത്? ഇത് അഡീഷൻ ആണ്. ഇതെന്താണ്? അഡീഷൻ. ഇനി അതുപോലെ സബ്ട്രാക്ഷൻ പറയുവാണെങ്കിലോ, Z1 - Z2, അതാണ് സബ്ട്രാക്ഷന്റെ കാര്യം പറയുന്നത്. സബ്ട്രാക്ഷൻ പറയുമ്പോൾ Z1 - Z2 വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? a + ib അതുപോലെ ഉണ്ട്. അതിൽ നിന്ന് Z2 മൈനസ് ചെയ്യണം, c + id മൈനസ് ചെയ്യണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? a - c വരും. ശരിക്കും പറഞ്ഞാൽ a + ib സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ മൈനസ് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക, -id വന്നു. അപ്പോഴത്തേക്കും a - c ആയി. ഡിഫറൻസ് ഓഫ് റിയൽ പാർട്സ് ആൻഡ് ഡിഫറൻസ് ഓഫ് ഇമാജിനറി പാർട്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ പ്ലസ് b - d. ഓക്കെ, b - d × i. ഇതാണ് സബ്ട്രാക്ഷൻ. ഓക്കെ, ഇതെന്താണ്? സബ്ട്രാക്ഷൻ.
ഓക്കെ, അഡീഷനും സബ്ട്രാക്ഷനും നമ്മൾ പഠിച്ചു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, നമുക്ക് ഒരെണ്ണം എടുക്കാം, Z1 എടുക്കാം. Z1 ഏതാണ്? A പ്ലസ് IB. വേറെ ഒരെണ്ണം ഏതാണ്? Z2. Z2 എന്താണ്? C പ്ലസ് ID. ഓക്കെ, C പ്ലസ് ID. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? Z1 ഇൻറ്റു Z2 അല്ലേ? അപ്പോൾ A പ്ലസ് IB ഇൻറ്റു C പ്ലസ് ID ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാം, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊടുക്കുക അല്ലേ? C ഇങ്ങോട്ട് കൊടുക്കുക, പിന്നെ ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ B ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ C ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെ സംഭവിക്കും. A ഇൻറ്റു C ഈസ് AC, പിന്നെ ഇവിടെ IB ഇൻറ്റു C അല്ലേ, പ്ലസ് I ഇൻറ്റു BC, പിന്നെ അടുത്ത എന്താണ്? A ഇൻറ്റു ID, AD ഇൻറ്റു I. ഓക്കെ, AD ഇൻറ്റു I, പിന്നെന്താണ്? I ഇൻറ്റു I ഈസ് ഈക്വൽ ടു I സ്ക്വയർ ഇൻറ്റു BD. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇനിയും ഈ I സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? I സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. ഐയുടെ സ്ക്വയർ എടുക്കുമ്പോഴത്തേക്കും അത് -1 ആയി പോകും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ AC-യും, ഓക്കെ, ഇതൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ AC ഉണ്ട്, ഇത് രണ്ടിനകത്തുനിന്ന് I കോമൺ എടുക്കാം, പ്ലസ് ഇത് രണ്ടിനകത്തുനിന്ന് I കോമൺ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് BC അല്ലെങ്കിൽ AD പ്ലസ് BC അങ്ങനെ പറയാം. ഓക്കെ, നമുക്ക് എന്താ പറയുന്നത്? AD പ്ലസ് BC എന്ന് പറയാം, ഇൻറ്റു I കോമൺ എടുത്ത് പുറത്ത് വെക്കാം. ഓക്കെ, പിന്നെ ഇവിടെ എന്താണ്? ഇവിടെ വരുമ്പോഴത്തേക്കും -1 ഇൻറ്റു BD എന്നാണ് വരുന്നത്. കാരണം എന്താണ്? ബിക്കോസ് I സ്ക്വയർ ഈക്വൽ ടു -1. I സ്ക്വയർ ഈക്വൽ ടു -1 നമ്മുടെ ബൈ ഡെഫിനിഷൻ അല്ലേ? I സ്ക്വയർ എന്താണ്? I സ്ക്വയർ എന്ന് പറയുന്നത് -1ന്റെ വാല്യൂ ആണ്. I സ്ക്വയർ എന്താണ്? -1 ആണ്. I സ്ക്വയർ ഈസ് ഈക്വൽ ടു -1. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. I സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്. അതുകൊണ്ടാണ് ഞാനിവിടെ -1 എന്ന് കൊടുത്തത്. I സ്ക്വയർ എന്താണ്? -1 ആണ്. ഓക്കെ, മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതും റിയൽ ആണ്, അതിനകത്ത് I ഇല്ല. ഓക്കെ, ഇനിയിപ്പോൾ അപ്പോൾ AC-യും മൈനസ് BD ഒരുമിച്ച് എഴുതാം. ഓക്കെ, AC മൈനസ് BD, AC മൈനസ് BD ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് പ്ലസ് AD പ്ലസ് BC. ഓക്കെ, AD പ്ലസ് BC ഇൻറ്റു I. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഏതെങ്കിലും ഒരു രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? AC മൈനസ് BD പ്ലസ് AD ഇൻറ്റു BC, AD പ്ലസ് BC അങ്ങനെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്, A പ്ലസ് IB പിന്നെ C പ്ലസ് ID. ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം ഇങ്ങനെ AC മൈനസ് BD. ഓക്കെ, AC മൈനസ് BD മനസ്സിലാവുന്നുണ്ടോ? പ്ലസ് എന്താണ് ചെയ്യേണ്ടത്? ഇനി ചെയ്യുന്നത് അപ്പുറത്തെ ഇമാജിനറി പാർട്ട് വരുന്നിടത്ത് ക്രോസ് ആണ് വരുന്നത്. AD പ്ലസ് BC ആണ് വരുന്നത്. ഓക്കെ, എന്താ വരുന്നത്? AD പ്ലസ് BC. ഓക്കെ, അതിൻ്റെ കൂടാണ് I വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെത്തേഡ് അല്ലെങ്കിൽ ട്രിക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് എന്ന് പറയാം. ഡയറക്റ്റ്ലി രണ്ട് നമ്പേഴ്സ് തന്നിട്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. ഒരു 2 + 3i ഉണ്ട്. 2 + 3i എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പരും, ഓക്കെ, 5 + 2i എന്ന് പറയുന്ന വേറൊരു കോംപ്ലക്സ് നമ്പർ. ഇത് രണ്ടും കൂടെ 2 എടുക്കുന്നില്ലെന്ന വേറെ കാരണം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവണം. 2 +
അല്ലെങ്കിൽ 5 പ്ലസ് ഏതായിട്ട് കൊടുക്കണ്ടേ 4i. ഓക്കെ, ചെറിയ നമ്പേഴ്സ് ഇരിക്കട്ടെ. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്കറിയാമല്ലോ എ ഏതാണ്, ബി ഏതാണ്, സി ഏതാണ്, ഡി ഏതാണെന്നൊക്കെ അറിയാം. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്, ഇത് ഡി ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. എ സി അല്ലേ, എ സി എത്രയാണ് 10 മൈനസ് ബി ഡി എന്ന് പറഞ്ഞാൽ 3 4 12. ഓക്കെ, പ്ലസ് ഇനി എന്താണ് എ ഡി പ്ലസ് ബി സി. എ ഡി എന്താണ്? ഇത് രണ്ടും കൂടെ എ ഡി പ്ലസ് ബി സി. ഓക്കെ, എ ഡി എന്താണ്? 4 2 8 നമ്പേഴ്സ് മാത്രം. പ്ലസ് ബി സി എത്രയാണ്? 5 3 15. ക്ലിയർ ആകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇൻറ്റു ഐ. ഓക്കെ, ഇതൊന്നും കൂടെ നോക്കാം. 10 മൈനസ് 12 എത്രയാണ്? -2 പ്ലസ് 15 പ്ലസ് 8 എത്രയാണ്? 23. ഓക്കെ, 23i. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ദിസ് ഈസ് ദി എക്സാമ്പിൾ ഓഫ് മൾട്ടിപ്ലൈയിങ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ഒരെണ്ണം കൂടെ തരാം, അത് നിങ്ങൾ ട്രൈ ചെയ്യുക. എക്സാമ്പിൾ 2. ഓക്കെ, എക്സാമ്പിൾ ഒരെണ്ണം തരാം. അത് ഏതാ തരുന്നത്? 3 പ്ലസ് 5i ഇൻറ്റു 2 പ്ലസ് 6i. ഇതെങ്ങനെ ചെയ്യും? നമുക്ക് എ ഡി മൈനസ് ബി സി, എ ഡി അല്ലേ, അത് സെക്കൻഡ് ആണ് അല്ലേ. എ സി മൈനസ് ബി ഡി എന്ന് ആദ്യം വരും. എ സി മൈനസ് ബി ഡി. അപ്പൊ എ സി മൈനസ് ബി ഡി. എ സി മൈനസ് ബി ഡി എങ്ങനെ എടുക്കുന്നത്? ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി അല്ലേ. നമുക്കറിയാവുന്ന എന്താണ്? എ സി മൈനസ് ബി ഡി പ്ലസ് എ ഡി പ്ലസ് ബി സി ഇൻറ്റു ഐ അല്ലേ. ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കാം. എ സി മൈനസ് ബി ഡി എന്താണ്? എ സി എന്ന് പറയുമ്പോൾ 3 2 6 മൈനസ് ബി ഡി എന്ന് പറയുമ്പോൾ ആദ്യം എങ്ങനെയാണ്? ഇങ്ങനെ. ഓക്കെ, ആദ്യം ഇങ്ങനെ. ഓക്കെ, അപ്പോൾ എ സി എന്ന് പറയുമ്പോൾ 3 2 6 മൈനസ് ബി ഡി എന്ന് പറയുമ്പോൾ 6 5 30. ഓക്കെ, പ്ലസ് ഇനി അടുത്തത് എന്താണ്? എടുക്കേണ്ടത് എങ്ങനെയാണ്? അടുത്തത് ഇങ്ങനെയാണ്. ഓക്കെ, എ ഡി മൈനസ് ബി സി അല്ലെങ്കിൽ എ ഡി പ്ലസ് ബി സി. അപ്പോൾ എ ഡി എടുക്കുക. എ ഡി എന്ന് പറയുമ്പോൾ എത്രയാണ്? 6 3 18. അപ്പോൾ ഇവിടെ 18 വരുന്നു. പ്ലസ് ബി സി എത്രയാണ്? 5 2 10 ഇൻറ്റു ഐ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 6 മൈനസ് 30 എത്രയാണ്? -24. പിന്നെ പ്ലസ് 28i. കിട്ടുന്നുണ്ടോ? -24 പ്ലസ് 28i. ക്ലിയർ ആയോ? ഓക്കെ, ഇനി രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? അതാദ്യം നമുക്ക് മനസ്സിലാക്കാം. നമുക്കൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. z is equal to a plus i b എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. നമുക്ക് നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ എയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? എയുടെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് 1 കിട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ എന്താണ്? 1/a ആയിരിക്കും. മനസ്സിലായോ? കാരണം എയും 1/aയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് 1 കിട്ടും. അതാണ് ഉദ്ദേശം. ഓക്കെ, എ പ്ലസ് ഐ ബിയുടെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് 1 കിട്ടുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കണം. അതിൻ്റെ ഒരു ഫോർമുല ഉണ്ട്. നിങ്ങളിപ്പോൾ തൽക്കാലം ആ ഫോർമുല മനസ്സിലാക്കി വെക്കുക. പിന്നെ ബാക്കി കാര്യങ്ങൾ അത് വെച്ചിട്ട്
See, multiplicative inverse of a complex number z is equal to a plus ib is given by അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? z ഇൻവേഴ്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? 1 by z എന്ന് എഴുതാം. 1 by z is written as z raised to -1. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ എയും ബിയും നോൺ സീറോ ആയിരിക്കണം കേട്ടോ. എയും ബിയും നോൺ സീറോ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിന്റെ z ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? z ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു a ബൈ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, പിന്നെ പ്ലസ് i ഇൻറ്റു മൈനസ് ബി ബൈ മൈനസ് ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇത് z ഇൻവേഴ്സ് ആണ്. അപ്പോൾ ക്ലിയർലി z ഇൻറ്റു z ഇൻവേഴ്സ് എന്തായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെ ആകുമ്പോഴാണ് z ഇൻവേഴ്സ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണിത്. നിങ്ങൾക്ക് ഇൻവേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. ഓക്കെ, ഈ ഫോർമുല ഉപയോഗിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു കോംപ്ലക്സ് നമ്പർ തരാം, z എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ തരാം. ഒരു എക്സാമ്പിൾ എടുക്കാം. എക്സാമ്പിൾ എടുക്കാം. z is equal to 2 plus 3i. ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഫൈൻഡ് z ഇൻവേഴ്സ്. എങ്ങനെ കണ്ടുപിടിക്കും? ഫൈൻഡ് z ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? z ഇൻവേഴ്സ് എന്താണ്? z ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ a അറിയാമല്ലോ. ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. a is equal to 2 and b is equal to 3. അപ്പോൾ അത് ഈ ഫോർമുലക്കകത്തോട്ട് ഇട്ടാൽ മതി. z ഇൻവേഴ്സ് is equal to a by a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ ഫോർമുല ഒന്നും എഴുതുന്നില്ല. തൊട്ട് മുകളിലുണ്ടല്ലോ, അത് നോക്കി അങ്ങ് എഴുതുവാണ്. എയുടെ സ്ഥാനത്ത് 2 ഇടാൻ പോവാണ്, ബിയുടെ സ്ഥാനത്ത് 3 ഇടാൻ പോവാണ്. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഓക്കെ പ്ലസ് i ഇൻറ്റു മൈനസ് ബി എന്ന് പറഞ്ഞാൽ -3 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുന്നത്? മുകളിൽ 2 കിട്ടും, താഴെ എന്താ കിട്ടുന്നത്? 4 പ്ലസ് 9 മൈനസ് i ഇൻറ്റു 3 ബൈ, കാരണം ഈ മൈനസ് ഫ്രണ്ടിലിട്ടു, ഇവിടെ 4 പ്ലസ് 9. ഓക്കെ, അത് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്താൽ 2 ബൈ ഇത് എത്രയാണ്? 9 പ്ലസ് 4 ഈസ് 13 മൈനസ് 3 ബൈ 13i. ഇങ്ങനെ എഴുതാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ച എന്തൊക്കെയാണ്? ആദ്യം ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ്, വാട്ട് ഈസ് എ കോംപ്ലക്സ് നമ്പർ അല്ലേ? വാട്ട് ഈസ് എ കോംപ്ലക്സ് നമ്പർ എന്നുള്ള പഠിപ്പിച്ചു. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? a പ്ലസ് ഐ ബി അല്ലേ? a പ്ലസ് ഐ ബി ഫോം പഠിപ്പിച്ചു. കോംപ്ലക്സ് നമ്പറിന് പല ഫോംസ് ഉണ്ട്. അതിൽ ഒരു ഫോമാണ് a പ്ലസ് ഐ ബി. z is equal to a പ്ലസ് ഐ ബി ഫോം പഠിപ്പിച്ചു. അതിനകത്ത് a എന്താണ്? റിയൽ പാർട്ടാണ്, b എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്. ഇനിയും നമ്മൾ മൂന്നാമത്തെ എന്താണ് പഠിച്ചത്? മൂന്നാമത്തത് ഓപ്പറേഷനാണ്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചു. ഡിവിഷൻ ഈസ് നത്തിങ് എൽസ് ബട്ട് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ട്, z1 ഡിവൈഡഡ് ബൈ z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, z1 ഇൻറ്റു 1 ബൈ z2 ആണ്. ഈ 1 ബൈ z2 എന്ന് പറഞ്ഞാൽ z2ൻ്റെ ഇൻവേഴ്സ് ആണ്. ഓക്കെ, z1 ഇൻറ്റു z2ൻ്റെ ഇൻവേഴ്സ് ആണ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ ഉള്ളൂ മറ്റേ ഇതിൻ്റെ ഡിവിഷൻ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഡിവിഷന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം. കൂടുതൽ എക്സാമ്പിൾസ് ഞാൻ നാളെ ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു.